ആദ്യമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അവസരം നൽകിയ ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോട് നന്ദി. എൻ്റെ പേര് ശാന്തി ജോർജ്. ഞാൻ വരുന്നത് ഇടക്കൊച്ചിയിൽ നിന്നാണ്. എനിക്ക് ഉടമ്പടിക്ക് മുന്നേ ഉണ്ടായ ഒരു അനുഭവം പറയാനുണ്ട്. അതായത് 2014 ആ വർഷത്തിൽ എൻ്റെ അമ്മ സെയിൻറ്റ് മേരീസ് ഇടക്കൊച്ചി പള്ളിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അതായത് എൻ്റെ പഠനം BEd ഇടയിൽ വെച്ച് ഒന്ന് സ്റ്റോപ്പായി പോയായിരുന്നു. വിസ്ഡം ടൂത്തിൻ്റെയും ഇയർ ബാലൻസിൻ്റെയും പ്രോബ്ലം വന്നിട്ടാണ് അത് സ്റ്റോപ്പായത്. അപ്പോൾ മമ്മി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ യൂണിഫോം സാരി, അതായത് BEdൻ്റെ യൂണിഫോം സാരി ഇട്ടുകൊണ്ട് പോയിട്ടാണ് പ്രാർത്ഥിക്കാൻ ചെന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ ഓരോ വിഷൻ കിട്ടി കാര്യങ്ങൾ പറയുമല്ലോ. അങ്ങനെ വിഷൻ കിട്ടി പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാര്യം പറഞ്ഞു. പേരല്ല, ഒരു അമ്മയുടെ കരച്ചിൽ മാതാവ് കേട്ടിരിക്കുന്നു. മകളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കാനായിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മമ്മിനെ, 2 ദിവസം ആയില്ല, ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മമ്മിനെ വിളിച്ച് പറഞ്ഞ്, മമ്മി എനിക്ക് BEd റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ BEd കംപ്ലീറ്റ് ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് MSc ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഈ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം കൊണ്ടിട്ടാണ് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നത്. MScയുടെ ബാക്ക് പേപ്പേഴ്സ് എഴുതിയെടുത്തു. ഞാൻ MEd എടുത്തു. കേറ്റിട്ട് ക്വാളിഫൈ ചെയ്തു. കാറ്റഗറി 2ഉം കാറ്റഗറി 3യും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്തു. അതിനിടയ്ക്ക് എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ MSc കുറച്ച് ടാസ്ക് ആയിരുന്നു. കാരണം അതൊരു മേഴ്സി ചാൻസായി മാറി. കുറേ വർഷങ്ങൾ അവർ എക്സാം നടത്താതെ മേഴ്സി ചാൻസായിട്ട് മാറി. അതായത് എൻ്റെ BEdൻ്റെ എക്സാമിൻ്റെ ഇടയിലായിരുന്നു, കമ്മീഷൻ്റെ ഇടയിലായിരുന്നു MScയുടെ എക്സാം വന്നത്. അപ്പോൾ അതൊരു ഇടയ്ക്ക് വന്നതുകൊണ്ടിട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. പിന്നെ അവർ ചാൻസ് കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് 10 ദിവസത്തിനുള്ളിൽ എനിക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വരികയും, ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്, ടഫാണ്, ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണ് ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അത് പക്ഷേ 10 ദിവസത്തിനുള്ളിൽ പ്രാർത്ഥിച്ച് എനിക്ക് പഠിച്ച് എഴുതാൻ പറ്റി. അതിൽ നല്ലൊരു ശതമാനം വിജയം നേടാനും പറ്റി. അതുപോലെ MEDനൊക്കെ ആണെങ്കിലും ഡിസ്റ്റിങ്ഷൻ നേടാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഉടമ്പടി, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2021 21 ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ഉടമ്പടി പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ജോലിയിൽ കയറി. അതായത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ ജോലിയിൽ കയറി. എനിക്ക് അവിടെ വെച്ച് വയ്യാണ്ട് വരികയും ഞാൻ പാരസിറ്റമോളും, എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പാരസിറ്റമോളും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കും കഴിച്ചപ്പോൾ എൻ്റെ നാവ് കുഴഞ്ഞു പോയി. നാവ് സംസാരിക്കുമ്പോഴത്തേക്കും കുഴച്ചിലായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ തൈലം പൂശി, പിന്നെ മാതാവിൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വെള്ളം, കുപ്പിയിൽ കൊണ്ടുപോയ വെള്ളം കുടിച്ചും ഒരു തെറാപ്പിയോ ഒന്നും ചെയ്യാതെ തന്നെ 3 ദിവസം കൊണ്ട് എൻ്റെ സംസാരം തെളിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ജോലിക്ക് അന്നേരം ഈ ഒരു പ്രോബ്ലം വന്നുകൊണ്ട് എനിക്ക് തടസ്സം വന്നു. തിരിച്ച് അതേ സ്കൂളിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. എയ്ഡഡ് സ്കൂളിൽ വീണ്ടും ഞാൻ പ്രവേശിച്ചു. എന്നിട്ട് എനിക്കിപ്പോൾ എൻ്റെ സബ്ജക്റ്റ് അല്ലായിരുന്നു കിട്ടിയിരുന്നത്, ആദ്യം മാത്സ് ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ച് അന്ന് മാതാവിനോട് ചോദിച്ചൊന്നുമില്ല, പക്ഷേ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് സയൻസ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ വർഷം, ഈ അക്കാഡമിക് ഇയറിൽ എനിക്ക് സയൻസ് തന്നെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രൊമോഷൻ വേക്കൻസി ആയിരുന്നു എൻ്റേത്. ഒരു ടീച്ചർ പ്രൊമോട്ടഡ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറിൻ്റെ പ്രൊമോഷൻ്റെ പേപ്പേഴ്സ് പാസ്സായതിന് ശേഷം മാത്രമേ നമ്മളുടെ പേപ്പേഴ്സ് എടുക്കുകയുള്ളൂ. അപ്പോൾ അത് സ്വതവേ ഒരു 3-4 വർഷമൊക്കെ പിടിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ
എനിക്ക് മുമ്പേ പ്രൊമോട്ടഡ് ആയിപ്പോയ മിസ്സിൻ്റെ പേപ്പർ വേഗം തന്നെ പാസ്സാകുകയും 1 വർഷം കൊണ്ട് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ സാങ്ഷൻ ആവുകയും ചെയ്തു. അതിന് മാതാവിന് കോടി നന്ദി. എത്ര പറഞ്ഞാലും മതിയാവില്ല. പറഞ്ഞാൽ തീരാത്തത്രയും സാക്ഷ്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങളും ഒക്കെ മാറ്റി എനിക്ക് ധൈര്യം, മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം നൽകി അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ അടുത്തേക്ക് തന്നെ, നമ്മൾ ആരെയും സഹായിച്ചില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തേക്ക് തന്നെ സഹായം ചോദിച്ചുകൊണ്ട് വരാറുണ്ട്. ഒരു 10 രൂപ തരുമോ എന്നൊക്കെ ചോദിച്ച് അമ്മച്ചിമാരൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്, എന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ കൃപാസനം പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡുകളിലും പിന്നെ ഞങ്ങൾ നടക്കുന്ന വഴിക്കൊക്കെ കൊണ്ടുപോയി എല്ലാവർക്കും കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കണമേ, ഇത് വായിക്കണമേ, ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു സ്ഥലത്തും വെച്ചിട്ട് പോവുകയോ വെറുതെ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഒന്ന് വായിക്കണേ എന്ന് വീണ്ടും പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു ചേട്ടൻ വരും, ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ള. ആ ചേട്ടൻ എപ്പോഴും ഞങ്ങൾ സഹായം ചെയ്യും, മരുന്ന് വാങ്ങിക്കാനുള്ള സഹായം ചെയ്യാറുണ്ട്. പിന്നെ എനിക്കുണ്ടായ ആത്മീയ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കൂടുതലും ധൈര്യം ലഭിക്കാറുണ്ട്. ഞാൻ തളർന്നിരിക്കുന്ന അവസരങ്ങളിൽ ഞാൻ ബൈബിൾ വചനങ്ങൾ കൊട്ടേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ച് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും അമ്മ മാതാവിനെ കൂടുതൽ അനുഭവിച്ചറിയാനും സാധിക്കുന്നു. ഞാനിങ്ങോട്ട് രണ്ടാമത് ഉടമ്പടി പുതുക്കുന്നതിന് വേണ്ടി കയറി വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. ഇവിടെ ഒരിടത്തും മുല്ലപ്പൂ ഉണ്ടായിരുന്നില്ല, പക്ഷേ മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴത്തേക്കും ഈ ഈശോയുടെ ക്രൂശിത രൂപത്തോടു കൂടി എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് എനിക്ക് അനുഭവം കിട്ടിയായിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈശോനെ കണ്ടിട്ടുണ്ട്. അത് ഉടമ്പടിയൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 തവണയാണ് ഈശോയെ എനിക്ക് കാണാൻ സാധിച്ചത്. അതെനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വെളിപാട് പുസ്തകത്തിൽ നിന്ന് നാം വായിക്കുന്നു. 7-ാം അധ്യായം 17-ാം തിരുവചനം. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ശാന്തിയുടെ ഈ സാക്ഷ്യത്തിൽ യോഹന്നാൻ എഴുതിയ ഈ വെളിപാടിനെ കുറിച്ചുള്ള തിരുവെഴുത്തുകൾ വളരെ അന്വർത്ഥമാണ്. 2 ആഴ്ച മുമ്പാണ് ശാന്തി ഇവിടെ വന്ന് വളരെ സങ്കടത്തോടുകൂടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയത്. വളരെ സങ്കടത്തോടെയാണ് അമ്മയും ശാന്തിയും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയത്. ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് കണ്ട ശാന്തിയല്ലായിരുന്നു അന്ന് വന്നത്. ഇന്ന് ഞാൻ ശാന്തിയെ കണ്ട വശം തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു, ശാന്തി വളരെ ഉന്മേഷവതിയാണല്ലോ, ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. അപ്പോൾ ശാന്തി പറഞ്ഞു, സിസ്റ്റർ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, എനിക്ക് ജോബ് കിട്ടി, എനിക്ക് ഗവൺമെൻറ് സ്കൂളിൽ ഞാനൊരു ടീച്ചറായിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അതിനേക്കാളുപരി ശാന്തി ഇന്ന് പറയുന്നത് ഇതാണ്, എൻ്റെ ആത്മീയമായി ഞാൻ ഒരുപാട് വളർന്നു. എനിക്ക് പ്രാർത്ഥനകളിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു MEd സ്റ്റുഡൻ്റാണ്. ഞാൻ MSc സബ്ജക്റ്റാണ് എനിക്ക് സയൻസാണ് ഒത്തിരി ഇഷ്ടം. അതിനാൽ തന്നെ എൻ്റെ ബ്രെയിനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവവിശ്വാസത്തേക്കാൾ കൂടുതൽ എൻ്റെ ബുദ്ധി വികസിച്ച് ബുദ്ധിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ബുദ്ധിജീവികൾക്ക് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഒരല്പം സമയം നോർമൽ മനുഷ്യരിൽ നിന്നും സമയം കൂടുതലെടുക്കുമെന്നുള്ളത് വാസ്തവമാണ്. ശാന്തി തൻ്റെ ജീവിതത്തിൽ തന്നെ ദൈവാനുഭവത്തെ കടഞ്ഞെടുക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ എൻ്റെ ബുദ്ധിയോ എൻ്റെ കഴിവോ സാമർഥ്യമോ ഒന്നും തന്നെയല്ല, ഞാനൊരു 0 മെറിറ്റഡ് വ്യക്തിയാണ്, പരിശുദ്ധാത്മാവാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയാണ് എനിക്ക് വേണ്ടി നിലകൊണ്ടത്, ഈശോയുടെ തിരുരക്തമാണ് എനിക്കെല്ലാം നേടിത്തന്നതെന്നുള്ള വലിയ വിശ്വാസം എന്ന് ശാന്തിയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈ അമ്മയും മകളും എവിടെയും ഈശോയെ എത്തിക്കുവാനുള്ള വലിയ പരിശ്രമത്തിലായിരുന്നു. ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും
റെയിൽവേ സ്റ്റേഷനിലും എന്ന് വേണ്ട ആരുടെ അടുത്തെല്ലാം എത്തിച്ചേരാം അവിടേക്കെല്ലാം സുവിശേഷം എത്തിക്കുക എന്ന വലിയ ഉത്സാഹത്തോടെയായിരുന്നു അവർ ഈശോയെ എത്തിച്ചിരുന്നത്. തങ്ങളുടെ കാരുണ്യപ്രവൃത്തികളിലും ആത്മീയ വളർച്ചയിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമെല്ലാം ഈശോയും പരിശുദ്ധ അമ്മയും നിറഞ്ഞു നിന്നിരുന്നു. ഇനിയുള്ള ഉടമ്പടി ജീവിതം ഇതുപോലെ തന്നെ ഇതിനേക്കാൾ കൂടുതൽ തീക്ഷ്ണമായി തുടരുവാണ് ശാന്തിയുടെയും അമ്മയുടെയും ഫ്യൂച്ചർ പ്ലാൻ എന്ന് സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് പറയുകയായിരുന്നു. ശാന്തി സമർത്ഥിക്കുകയാണ്, എനിക്കിനി സങ്കടമില്ല, ഒരു മനോവേദനകളുമില്ല, എൻ്റെ എല്ലാ സങ്കടങ്ങളും കഴിഞ്ഞു. എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരമ്മ എനിക്ക് കൂടെയുണ്ട്. എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈശോയുടെ തിരുരക്തം കുരിശിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള വലിയ നിശ്ചയദാർഢ്യം ശാന്തിയിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാ മക്കളും, ശാന്തിയെ കേൾക്കുന്ന എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. മനോധൈര്യം എന്നുള്ളത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്തൊരു കാര്യമാണ്. അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുമ്പോൾ നമുക്ക് ഈശോയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ധൈര്യം എന്നുള്ളത്. അതെത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും ധൈര്യം എന്നുള്ളത് നമുക്ക് പരിശുദ്ധാത്മാവ് തന്നെ നൽകുന്ന വലിയൊരു ദാനമാണെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഇപ്പോൾ ശാന്തിയുടെയും അമ്മയുടെയും ഈ സാക്ഷ്യം നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകൾക്കും കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരു നല്ല കയ്യടി പാസ്സാക്കിക്കൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.